ഗുഡ് മോർണിംഗ്. ചെടികളെയും പൂക്കളെയും ഒക്കെ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും റോസ് ഗാർഡൻ്റെ ഒരു പുത്തൻ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ഓർക്കിഡിൻ്റെ കുറച്ച് വിശേഷങ്ങളാണ്. നമുക്ക് എങ്ങനെ ഓർക്കിഡ് നല്ല രീതിയിൽ വളർത്തിയെടുക്കാം, അതുപോലെ അതിന് നിറയെ പൂക്കളും ഉണ്ടാകണം. അതിനായിട്ട് നമ്മൾ ഏത് രീതിയിലുള്ള പോട്ടി മിക്സാണ് യൂസ് ചെയ്യുന്നത്, അതുപോലെ അതിനുള്ള പോട്ട് നമുക്കറിയാം. നമ്മൾ പലപ്പോഴും നമ്മുടെ ഓർക്കിഡ് പ്ലാന്റ്സുകളെയൊക്കെ ആണെങ്കിൽ നമ്മൾ വുഡിൽ പിടിപ്പിക്കാറുണ്ട്, അതുപോലെ PVC പൈപ്പിൽ നമ്മൾ പിടിപ്പിക്കാറുണ്ട്, ചട്ടികളിൽ നെറ്റ് പോട്ടുകളിൽ നമ്മൾ പിടിപ്പിച്ചെടുക്കാറുണ്ട്. അതുപോലെ നമ്മൾ പല മീഡിയം നമ്മൾ കൊടുക്കാറുണ്ട് ഈ ഓർക്കിഡ് പ്ലാന്റ്സിന്. അപ്പോൾ ഈ ഓർക്കിഡ് പ്ലാന്റ്സിനെ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്, ഓർക്കിഡ് പ്ലാന്റ്സിന് നല്ല രീതിയിൽ കിക്കീസ് വളരണം. കിക്കീസ് നന്നായിട്ട് വളർന്നെങ്കിൽ മാത്രമേ അതിൻ്റെ റൂട്ടൊക്കെ നന്നായിട്ട് ഓടിയിട്ട് നല്ല രീതിയിൽ പൂക്കളൊക്കെ ഉണ്ടാകത്തുള്ളൂ. അതാണ് നമ്മൾ നോക്കുന്നത്. ഇന്ന് നമ്മുടെ ഒരു ഓർക്കിഡ് പ്ലാന്റ്സിനെ റിപ്പോർട്ട് ചെയ്യാൻ പോകാം. അതിനായിട്ട് നമ്മൾ എടുത്തിരിക്കുന്നത് മണ്ണിൻ്റെ ഒരു ഓർക്കിഡ് പോട്ട്സാണ്. കണ്ടോ, ഈ ഓർക്കിഡ് പോട്ട് കണ്ടോ, ഇതിൽ നിറച്ച് ഹോൾസാണ്. കണ്ടോ, ഇത്രയും ഇതിന് വലിപ്പമുണ്ട്. അപ്പോൾ നമ്മളെപ്പോഴും ഓർക്കിഡ് പ്ലാന്റ്സ് നടുമ്പോൾ അതിൻ്റെ പോട്ടിന് വളരെ പ്രാധാന്യമുണ്ട്. അപ്പോൾ കണ്ടോ, ഈ പോട്ട് ഈ മണ്ണിൻ്റെ പോട്ടാണ് എപ്പോഴും നമ്മുടെ ഓർക്കിഡ് പ്ലാന്റ്സിന് നല്ലത്. നമ്മൾ ഈ ഓർക്കിഡ് പ്ലാന്റ്സുകൾ മണ്ണിൻ്റെ പോട്ടിൽ നടുന്നതുകൊണ്ടുള്ള പ്രാധാന്യം, നല്ല തണുപ്പ്, നമ്മുടെ ചെടികൾക്ക് നല്ല തണുപ്പ് കിട്ടും. ഒന്നാമതായിട്ട് നല്ല തണുപ്പ്. അപ്പോൾ നമ്മളിപ്പോൾ ഒരു ദിവസം വെള്ളം ഒഴിച്ചില്ലെങ്കിൽ പോലും നമ്മുടെ ചെടി വാടിപ്പോകത്തില്ല. പിന്നെ നമ്മുടെ ചെടികളുടെ റൂട്ട് നന്നായിട്ട് ഇറങ്ങും. ഇത് മണ്ണായതുകൊണ്ട് ഈ മണ്ണിലോട്ട് ഈ ഓർക്കിഡ്സിൻ്റെ വേരുകൾ നന്നായിട്ട് വളർന്നിറങ്ങും. അപ്പോൾ എന്താ, ഈ ഓർക്കിഡ്സ് നന്നായിട്ട് കിക്കീസൊക്കെ വരും. നല്ല രീതിയിൽ ചെടി നല്ലപോലെ വളരും. അതുപോലെ നിറച്ച് പൂക്കളും ഉണ്ടാകും. അപ്പോൾ എപ്പോഴും നമ്മൾ മറ്റ് വുഡിൽ പിടിപ്പിക്കാം, എല്ലാത്തിലും നമുക്ക് പിടിപ്പിക്കാം. പക്ഷെങ്കിൽ ഈ ക്ലേ പോട്ടാണ്, ഈ മണ്ണിൻ്റെ പോട്ടാണ് എപ്പോഴും നമ്മുടെ ഓർക്കിഡ് ചെടികൾക്ക് ഏറ്റവും നല്ലത്. ഓർക്കിഡ് പ്ലാന്റ്സുകൾക്ക് എയർ സർക്കുലേഷൻ നന്നായിട്ട് വേണം. നമ്മൾ ഈ മണ്ണോ ഒക്കെ ഇട്ട് നമ്മളൊന്നും ഓർക്കിഡ് പ്ലാന്റ്സിനെ നമുക്ക് വളർത്താൻ പറ്റത്തില്ല. അപ്പോൾ എയർ സർക്കുലേഷൻ അതിന് വേണ്ടിയിട്ടാണ്. നമുക്കറിയാം, ഈ കണ്ടില്ലേ, ഈ ഹോൾസ് എല്ലാം ഉള്ളത്. അപ്പം നന്നായിട്ട് എയർ കയറണം. എങ്കിൽ എയർ നല്ലതായിട്ട്, വേര് നല്ലതായിട്ട്, റൂട്ട് പോകണമെങ്കിൽ നല്ലതായിട്ട് എയർ സർക്കുലേഷൻ ഉണ്ടാകണം. അങ്ങനെ വന്നെങ്കിൽ മാത്രമേ ചെടി നന്നായിട്ട് വളരത്തുള്ളൂ. ഈ മണ്ണുണ്ടല്ലോ, മണ്ണിന് വെള്ളം പിടിച്ചു വെക്കാനുള്ള കഴിവുണ്ട്, അബ്സോർബ് ചെയ്യും. അപ്പം വെള്ളം അബ്സോർബ് ചെയ്യുന്നത് കൊണ്ട് തന്നെ നമ്മുടെ ചെടികൾക്ക് അത്യാവശ്യത്തിനൊക്കെ വെള്ളം കിട്ടും, ഈ ഇതിലോട്ട് റൂട്ട് ഇറങ്ങുന്നത് കൊണ്ട്. അപ്പം പെട്ടെന്ന് നമ്മൾ വെള്ളം ഒഴിക്കണ്ട. ഓർക്കിഡ് പ്ലാന്റ്സുകളെ കണ്ട ഞാൻ ഇതുപോലെയൊക്കെ പിടിപ്പിച്ചിട്ടുണ്ട്. ഇത് വുഡിലിങ്ങനെ കുറേ നാളായിട്ടിങ്ങനെ പിടിച്ചു വന്നതാണേ. ഓൺസീഡിയമാണ്, കണ്ടല്ലോ. അതുപോലെ നമുക്ക് പിന്നെ ഇതുപോലുള്ള നെറ്റ് പോട്ടുകളെ നമുക്ക് വളർത്താൻ പറ്റും. ഇത് നമ്മുടെ കോക്കനട്ട് ട്രീയിൽ, തെങ്ങിലും പിടിപ്പിച്ചേക്കുന്നതാണേ. അങ്ങനെ നമ്മുടെ പ്ലാന്റ്സിന് വളരാൻ പറ്റും. കണ്ടോ, നമ്മൾ ഡയറക്റ്റ് നമ്മുടെ തെങ്ങിൽ വെച്ച് പിടിപ്പിച്ചേക്കുവാണേ. ഇത് കണ്ടോ, ഇത് നമ്മൾ വുഡിൽ പിടിപ്പിച്ചേക്കുന്നതാണ്. ഇത് കണ്ടോ, ഇത് പോട്ടിലാണ് പിടിപ്പിച്ചിരിക്കുന്നത്, പ്ലാസ്റ്റിക്കിൻ്റെ പോട്ടിലെ. ഈ ഒരു പിന്നെ ഓർക്കിഡാണ് ഞാനിന്ന് റിപ്പോർട്ട് ചെയ്യുന്നത്. ഇത് കണ്ടോ, ഇത് നമുക്കൊന്ന്, ഇത് ഫ്ലവറൊക്കെ കഴിഞ്ഞായിരുന്നു. ഫ്ലവർ വന്ന് കണ്ടോ, ഇതെല്ലാം കട്ട് ചെയ്ത് കളഞ്ഞാണേ. അപ്പോൾ ഇതിനെ നമുക്കൊന്ന് എടുത്തിട്ട് പോട്ടൊക്കെ മാറ്റിയിട്ട് നമ്മളുണ്ടല്ലോ, ഇതിനെ കണ്ടോ, ഈ ഒച്ച് കയറിയിരിപ്പുണ്ടായിരുന്നു. ഒച്ചാണ് നമുക്ക് പ്രശ്നം. ഇതിനെ നമുക്ക് സാഫിൽ മുക്കി, ഇതിനെ നമുക്ക് ഈ ഒച്ചിനെ എടുത്ത് കളയണം, ഒച്ചിനെ നശിപ്പിക്കണം. കണ്ടോ, ഒച്ചിരിക്കുന്നുണ്ടോ. അപ്പോൾ അതുപോലെ തന്നെ നമുക്കിത് സാഫിൽ മുക്കി വെക്കണം. മുക്കി വെച്ചിട്ട് വേണം നമ്മളിത് അടുത്ത പോട്ടിലേക്ക് വെക്കാനേ. ഓക്കെ, ഇതിപ്പോൾ നമ്മൾ സാഫ് കലക്കിയ വെള്ളത്തിലേക്ക് ഇത് കണ്ടോ, ഇത് മുക്കി വെച്ചേക്കുവാണേ. കുറച്ച് നേരം നമ്മളിതുപോലെ മുക്കി വയ്ക്കണേ. അതിന് ഫംഗലൊന്നും വരാതിരിക്കാൻ വേണ്ടി നമ്മൾ അതുപോലെ ചെയ്യണം. കണ്ടോ, എന്നിട്ട് അതിൻ്റെ നേരത്തെ ഉണ്ടായിരുന്ന പഴയതെല്ലാം എടുത്ത് കളഞ്ഞേ. എന്നിട്ട് നമ്മൾ പഴയ വേരുകളുണ്ടല്ലോ, ബ്ലാക്ക് കളറിലുള്ള വേരുകളെയൊക്കെ നമുക്കൊന്ന് കട്ട് ചെയ്ത് കളയണം. എന്നിട്ട് വേണം നമ്മൾ അടുത്ത പോട്ടിലോട്ട് മാറ്റാൻ. അതുപോലെ ഈ ഡെഡായിട്ടുള്ള വേരുകളുണ്ടല്ലോ, അതൊക്കെ നമുക്കൊന്ന് കട്ട് ചെയ്ത് കളയാമേ. ചില വേരുകളൊക്കെ ആണെങ്കിൽ കണ്ടോ, ഈ ബ്ലാക്ക് ആയിട്ടിരിക്കുന്ന ചില വേരുകളുണ്ട്. ഈ നമ്മുടെ ചെടിയുടെ ഒരു ആരോഗ്യം എന്ന് പറയുന്നത്, നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണെങ്കിൽ നമുക്ക് നല്ല വൈറ്റ് കളറിലെ റൂട്ടായിരിക്കുമേ. അപ്പോൾ ഇതിൻ്റെ ഈ ബ്ലാക്ക് ആയിട്ടുള്ള ചില വേരുകളൊക്കെ ഉണ്ട്, അതൊക്കെ നമുക്ക് നീക്കം ചെയ്യണം.
അതിനായിട്ട് നമ്മൾ എടുത്തിരിക്കുന്നത് കരിയുണ്ട്, അതുപോലെ ഓടിൻ്റെ പീസുകളുണ്ട്, തൊണ്ടിൻ്റെ പീസുകൾ. ഇത് മൂന്നുമാണ് നമ്മൾ പോട്ടി മിക്സിനായിട്ട് യൂസ് ചെയ്യുന്നത്. ഇത് നമ്മൾ സാഫ് വെള്ളത്തിൽ കുതിർത്ത് വെച്ച് ഉണക്കിയൊക്കെ നമുക്ക് എടുത്ത് വേണം നമ്മളിത് നട്ടുപിടിപ്പിക്കാനേ. നമ്മൾ കരിയും ചിരട്ടയുടെ പിന്നെ തൊണ്ടിൻ്റെ പീസുകളും പിന്നെ ഓടിൻ്റെ പീസുകളും എല്ലാം കൂടി ഇട്ട് ഇതുപോലെ നമ്മൾ ഫില്ല് ചെയ്തേ. ഇത് ഞാൻ പറഞ്ഞല്ലോ സാഫിനകത്തൊക്കെ ഇത് ചെയ്തതാണേ. ഇതുപോലെ നമ്മൾ എന്നിട്ട് ഇതിങ്ങനെ വെച്ച് കൊടുക്കാം. അതിൻ്റെ സെൻട്രലായിട്ട് ഇതുപോലെ വെച്ച് കൊടുക്കുക. നമ്മൾ ഒത്തിരി മോൾവശം വരെ നമ്മൾ നിറയ്ക്കണ്ട. ഇത് ഒന്ന് കുലുങ്ങാത്തതുപോലെ ഒന്നിരിക്കാൻ വേണ്ടി ഒന്ന് അനങ്ങാതെ ഒന്ന് റെഡിയാക്കി എടുത്താൽ മതിയേ. അതിൻ്റെ പിന്നെ കണ്ടോ ഒത്തിരി അങ്ങ് താഴ്ത്തി വെക്കരുതേ. അങ്ങനെ താഴ്ത്തി വെച്ച് കഴിഞ്ഞാൽ അടുത്ത കിക്കീസൊക്കെ വരാൻ വേണ്ടി ഇതാണ്. റൂട്ടൊക്കെ നല്ലതായിട്ട് ഓടണമെങ്കിൽ ഇതുപോലെ നമ്മൾ വെക്കണം. അപ്പോൾ കണ്ടോ അതിനെ ഇത് നന്നായിട്ടൊന്ന് അനങ്ങാതെ ഇതിരിക്കത്തക്ക പോലെ റെഡിയാക്കി വെക്കണം. ഇതിപ്പോൾ നമ്മളിങ്ങനെ കണ്ടോ ഉറപ്പിച്ചു. ഇതിപ്പോൾ അനങ്ങാത്തതുപോലെ ഒന്ന് ഉറച്ചിരുന്നാൽ മതി. ഇത് വേരിറങ്ങി ഇതിലോട്ട് റൂട്ട് അതിലോട്ട് അങ്ങ് ആയി കഴിഞ്ഞാൽ പിന്നുണ്ടല്ലോ ഇത് അനങ്ങത്തില്ല. ഇത് നല്ല ഉറപ്പായിട്ട് ഇരുന്നോളും. എപ്പോഴും ഇതുപോലെ വെക്കുന്നതാണ് നല്ലത്. ഇനി നമ്മൾ മൂന്നാല് ദിവസത്തേക്ക് നമുക്ക് ഷെയ്ഡിൻ്റെ കീഴിലോ മരത്തിൻ്റെ ചുവട്ടിലോ വെക്കാമേ. അതിനുശേഷം നമ്മൾ വെയിലത്ത് വെച്ചാൽ മതി. വേരൊക്കെ ഒന്ന് ഇതായി കഴിഞ്ഞതിന് ശേഷം ഇപ്പം നമ്മൾ നല്ല ചൂടായതുകൊണ്ട് വെള്ളം നന്നായിട്ട് നനച്ചു കൊടുക്കണം. ഇപ്പം വളമൊന്നും കൊടുക്കണ്ട. അതിനുശേഷം നമുക്ക് ഒരാഴ്ച കഴിഞ്ഞതിന് ശേഷം നമുക്ക് ചെറിയ രീതിയിൽ വളങ്ങൾ കൊടുക്കാം. ഇത് പൂവിട്ടിരുന്ന ചെടി ആയതുകൊണ്ട് ഇതിന് നമുക്ക് പിന്നീട് ഒരു 2 ആഴ്ചയൊക്കെ കഴിയുമ്പോൾ പൂക്കാനുള്ള വളങ്ങളൊക്കെ നമുക്ക് കൊടുക്കാൻ പറ്റും. പൊട്ടാഷ്യം അടങ്ങിയ വളങ്ങളൊക്കെ നമുക്ക് കൊടുക്കാൻ പറ്റും. നമ്മൾ ഈ ഡെൻഡ്രോബിയ ഓർക്കിഡ്സിനെയൊക്കെ സൺലൈറ്റ് കുറച്ച് കിട്ടുന്ന ഏരിയയിൽ വെക്കുക. ഇപ്പം ഭയങ്കര ചൂടായതുകൊണ്ട് ചെറിയ ഷെയ്ഡൊക്കെ കൊടുക്കാമെങ്കിൽ നല്ലതാണ്. അപ്പം എന്നാൽ സൺലൈറ്റ് വേണം താനും, എങ്കിലേ ഇതിന് ഫ്ലവർ ആകത്തുള്ളേ. അപ്പം ഒത്തിരി അങ്ങ് കരിയുന്ന വെയിൽ പോലെ ഉണ്ടെങ്കിൽ നമ്മുടെ ഈ ഓർക്കിഡ് പ്ലാന്റ്സിനുണ്ടല്ലോ, പിന്നെ ഓൺസീഡത്തിനാണെങ്കിലും ഡെൻഡ്രോബിയത്തിനൊക്കെ ആണെങ്കിലും അതിൻ്റെ ഇലകളൊക്കെ പിന്നെ സൈഡൊക്കെ കരിഞ്ഞു പോകുന്ന പോലെ വരുമേ, ഒരു ഇതാകും, പൊള്ളുന്ന പോലൊക്കെ നമ്മുടെ ചെടികൾക്ക് വരും. അപ്പം അതിനുവേണ്ടി നമ്മൾ കുറച്ച് ലൈറ്റ് കിട്ടുകയും വേണം. മിക്കവാറും എപ്പോഴും ഈ മരത്തിൻ്റെ ചുവട്ടിലൊക്കെയാണ് നമ്മൾ സാധാരണയായിട്ട് ഓർക്കിഡ്സൊക്കെ വയ്ക്കുന്നത്. ഇപ്പോൾ തെങ്ങിൻ്റെ ചുവട്ടിൽ വയ്ക്കുമ്പം കുറച്ച് ഒരു തെങ്ങിൻ്റെ ഒരു മറവ് കിട്ടും, എന്നാൽ വെയിൽ കിട്ടുകയും ചെയ്യും. അങ്ങനെയൊക്കെ നമ്മൾ വളർത്തുവാണെങ്കിൽ നല്ല രീതിയിൽ പൂക്കളുണ്ടാവും. ഈ സമയത്ത് നമ്മൾ കെമിക്കലായിട്ടുള്ള ഫെർട്ടിലൈസർ നമ്മൾ കൊടുക്കാതിരിക്കുന്നതാണ് നല്ലത്. അങ്ങനെ കൊടുക്കുവാണെങ്കിൽ ഉണ്ടല്ലോ ചെടികൾക്ക് ഭയങ്കര ചൂടല്ലേ. അപ്പോൾ തണുപ്പ് കിട്ടാൻ വേണ്ടി നമ്മൾ തേങ്ങയുടെ വെള്ളം നമ്മൾ ഇതിന് പിന്നെ സ്പ്രേ ചെയ്ത് കൊടുക്കാം. അങ്ങനെ പിന്നെ ഞാൻ ചെയ്യുന്നത് പിന്നെ ജൈവവളമെന്ന് പറയുന്നത് നല്ലപോലെ പൂക്കൾ ഉണ്ടാകാൻ വേണ്ടി ഈ സമയത്ത് ഞാൻ കൊടുത്തുകൊണ്ടിരിക്കുന്ന കടലപ്പിണ്ണാക്ക്, വേപ്പിൻ പിണ്ണാക്ക്, അതുപോലെ എല്ലുപൊടിയും കൂടെ ഇട്ട് പുളിപ്പിച്ചിട്ട് അത് ഞാൻ നന്നായിട്ട് ഡൈലൂട്ട് ചെയ്തിട്ട് പിന്നെ സ്പ്രേയറിൽ ഒഴിച്ചിട്ട് അത് സ്പ്രേ ചെയ്ത് കൊടുക്കും. അങ്ങനെയൊക്കെ നമ്മൾ സ്പ്രേ ചെയ്യുവാണെങ്കിൽ നല്ലതാണ്. പിന്നെ ഈ ഒച്ച് പോകാൻ വേണ്ടി എപ്സം സോൾട്ട് ഉണ്ടല്ലോ, അത് ഞാനിപ്പോൾ കുറച്ച് ദിവസമായി ചെയ്തിട്ട്. എപ്സം സോൾട്ട് നമ്മൾ ചെയ്യുവാണെങ്കിൽ ഈ ഒച്ച് അതിനകത്ത് ഇരിക്കത്തില്ല. ഇപ്പം നമ്മൾ ഒരെണ്ണം എടുത്തപ്പോൾ അതിൽ ഒച്ചുണ്ടായിരുന്നല്ലോ. അപ്പോൾ ഒച്ചിനെ നമ്മൾ പിന്നെ ഹാങ് ചെയ്തൊക്കെ ഇടുവാണെങ്കിൽ അത്രയും ഒച്ച് അടുക്കത്തില്ല. എൻ്റെ ചെടികൾക്കൊക്കെ കഴിഞ്ഞ മാസം വരെയും പൂക്കളുണ്ടായിരുന്നു. ഇപ്പം പൂവെല്ലാം ഒന്ന് കഴിഞ്ഞ് നിൽക്കുവാണേ. ആ സമയത്താണ് ഞാൻ റിപ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇനിയിപ്പം അടുത്ത പൂ ആകണമെങ്കിൽ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ കൊടുത്തുകൊണ്ടിരിക്കുന്നത് ജൈവവളമാണ് ഇപ്പോൾ കൊടുക്കുന്നത്. കെമിക്കൽ ഇപ്പം അങ്ങനെ കൊടുക്കുന്നില്ല. എപ്സം സോൾട്ട് മാത്രമേ ഞാൻ അല്ലാതെ കൊടുക്കുന്നുള്ളേ. അപ്പോൾ നമുക്ക് കൊടുക്കാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ എല്ലുപൊടി, ഇതുപോലെ ഒരു പിടി എല്ലുപൊടി കണ്ടോ, അത് നമുക്ക് ഒരു പാത്രത്തിലിട്ട് കൊടുക്കാം. ഒരു പിടിയാണ് അതിൻ്റെ കണക്ക്. നമ്മുടെ കയ്യിൽ ഒരു പിടിയേ ഉള്ളേ. അതുപോലെ പിന്നെ വേപ്പിൻ പിണ്ണാക്കും അത്രയും, പിന്നെ കടലപ്പിണ്ണാക്കുണ്ടല്ലോ അത്, പിന്നെ ചാണകപ്പൊടി. എൻ്റെ കയ്യിൽ ചാണകപ്പൊടിയാണോ ഉള്ളത്. ചാണകപ്പൊടിയായിട്ട് വേണം നമുക്ക്, അല്ലാതെ പച്ചച്ചാണകം നമുക്ക് ഇതിനകത്ത് ചേർക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ ചാണകപ്പൊടി നമുക്ക് ഇതിലോട്ട് ഒരു പിടി ഇട്ട് കൊടുക്കാം. അങ്ങനെ ഇത് 4 കൂടി ഇട്ട് നമ്മൾ നല്ല രീതിയിലൊന്ന് പുളിപ്പിച്ചിട്ട് ഡൈലൂട്ട് ചെയ്തിട്ട് നമ്മൾ സ്പ്രെയർ ബോട്ടിൽ എടുത്തിട്ട് നമുക്കിതിന് സ്പ്രേ ചെയ്ത് കൊടുക്കാം. നമ്മളിത് 4 ഇട്ട് എല്ലുപൊടി, അതുപോലെ വേപ്പിൻ പിണ്ണാക്ക്, കടലപ്പിണ്ണാക്ക്, ചാണകപ്പൊടി, അത് ഓരോ പിടി വെച്ച് നമ്മൾ ഇട്ടിട്ട് ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുവാണേ. അങ്ങനെ വെള്ളം ഒഴിച്ചത് നമ്മളൊന്ന് അടച്ചു വെച്ച് അത് 20 ലിറ്റർ ആക്കണേ.
നമ്മൾ 20 ലിറ്ററിൻ്റെ ഒരു ബക്കറ്റിൽ ഇതുപോലെ നമുക്ക് ഇളക്കി കൊടുക്കാം. 20 ലിറ്ററിൻ്റെ ബക്കറ്റിൽ വെച്ചിട്ട് അതിനകത്ത് ഡൈലൂട്ട് ചെയ്ത് എടുക്കണേ. ഇത് നല്ല രീതിയിൽ നമ്മൾ ഡൈലൂട്ട് ചെയ്തിട്ട് വേണം ഓർക്കിഡിന് നമ്മൾ ഒഴിച്ചു കൊടുക്കാനേ. ഇപ്പോൾ പൂക്കൾ വന്നു കഴിഞ്ഞിട്ടുള്ള ഇതുപോലുള്ള നിൽക്കുന്നതുണ്ടല്ലോ, ഇത് നമ്മൾ കട്ട് ചെയ്ത് കളയണേ, എന്നാലേ അടുത്ത പൂക്കൾ വരത്തുള്ളൂ ഡെൻഡ്രോബിയത്തിലൊക്കെ. പിന്നെ നമ്മൾ ഇതുണ്ടല്ലോ, ഇപ്പോൾ ഞാനിത് ഡൈലൂട്ട് ചെയ്തിട്ട് ഇത് എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാമേ. കണ്ടോ, നമുക്കിതുപോലെ സ്പ്രേ ചെയ്ത് കൊടുക്കാം നമ്മുടെ ചെടികൾക്ക്. അപ്പോൾ പെട്ടെന്ന് പൂക്കളുണ്ടാവുമേ, നിറഞ്ഞു പൂക്കാൻ വേണ്ടി. അതുപോലെ നമ്മൾ തേങ്ങയുടെ വെള്ളവും എപ്സം സോൾട്ടും കൂടെ മിക്സ് ചെയ്തിട്ടും നമുക്ക് കൊടുക്കാൻ പറ്റും. അതുപോലെ ഉണ്ടല്ലോ, ഇത് കണ്ടോ, ഇതുപോലെ അങ്ങോട്ട് കൊടുക്കണം. നല്ല ഈ കെമിക്കൽ കൊടുക്കാതെ ഇപ്പോൾ ഈ സമയത്ത് ജൈവവളങ്ങളാണ് നല്ലതേ. അപ്പോൾ ഇതുണ്ടല്ലോ, ഇതിപ്പോൾ നമ്മൾ കൊടുക്കുന്നത് നമ്മുടെ ചെടികൾക്ക് നല്ല തണുപ്പ് കിട്ടും. അതുപോലെ പൂക്കൾ ഉണ്ടാകാൻ ഏറ്റവും നല്ലൊരു വളമാണേ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. അതുപോലെ കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ആ ബെല്ലൈക്കൺ ഓൾ ഓപ്ഷനോട് കൊടുക്കുമ്പോൾ ഞാൻ ഇടുന്ന വീഡിയോസ് പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഈ തൊണ്ടിലും നമ്മൾ കൊടുക്കുന്ന ഈ ചിരട്ടയിലും അതിലെല്ലാം നമ്മൾ ഇതുപോലെ സ്പ്രേ ചെയ്ത് കൊടുക്കണേ. ഇടയ്ക്ക് പിന്നെ നമുക്ക് ഈ വെള്ളത്തിൽ മുക്കി വെക്കാം. നമ്മൾ പോട്ടോടെ എടുത്ത് മുക്കി വെക്കാൻ പറ്റും. അങ്ങനെ നല്ലതാണേ. ഓക്കെ.